സമയം 11:45. നമ്മളൊരു ട്രെയിൻ യാത്രയിലാണ്. തിരൂരിക്കാണ് ട്രെയിൻ യാത്ര. അങ്ങനെ തിരൂരിൽ നിന്ന് നമ്മൾ വീണ്ടും കാറിലാണ് ഇനി യാത്ര പുറപ്പെടുന്നത്. നമ്മൾ എറണാകുളം വരെ കാറിലാണ് പോകുന്നത്. ഇന്നത്തെ കാർ യാത്രയുടെ ഉദ്ദേശം, ഇന്നത്തെ ഈ യാത്രയുടെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മളൊരു സ്ട്രേഞ്ചേഴ്സ് മീറ്റിന് പോവുകയാണ്. നമ്മുടെ ഫ്രണ്ടിന്റെ ഒരു സ്ട്രേഞ്ചർ മീറ്റാണ്. എങ്ങനെയാണ്, എന്താണ്, എങ്ങനെയാവും ഒന്നും അറിയില്ല. നമ്മൾ ഒരു എക്സൈറ്റ്മെന്റ് നമ്മൾ പോവാണ്. അപ്പൊ എന്താവും എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. എറണാകുളത്ത് നിന്നാണ് നമ്മൾ, പിന്നെ എല്ലാ സ്ട്രേഞ്ചേഴ്സും കൂടി നമ്മൾ എറണാകുളത്ത് നിന്നാണ് മീറ്റ് ചെയ്യുന്നത്. എറണാകുളം വരെ നമ്മളെ ഏരിയയിലുള്ള കുറച്ച് ആളുകളായിട്ട് ഇപ്പം ഒപ്പരാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹായ് ഗായ്സ്, ഞങ്ങള് എവിടേക്കാ പോണേന്നറിയോ? ഞങ്ങളിപ്പോ അങ്കമാലിയിൽ എത്താറായിട്ടില്ല. ഞങ്ങളിവിടെ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ എന്താണെന്ന് അറിയോ? അവിടെ ഞങ്ങളെ കാത്തൊരു വലിയ സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് വിശന്നിട്ട് ഒരു പരുവായിക്കുന്നു. കാരണം നമ്മൾ ഇന്നലെ നൈറ്റ് പുലർച്ചെ 3 മണിക്കാണ് എത്തിയത് എറണാകുളത്ത്. നമ്മളിവിടെ സ്റ്റേ ചെയ്തായിരുന്നു. അപ്പൊ നമ്മൾ വളരെ ലേറ്റ് ആയി പോയി. എല്ലാരെക്കാളും ലാസ്റ്റ് നമ്മളാണ് എത്തിയത്. നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയി. എന്നാലും നമ്മളെ വിശപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ പോയി പെട്ടെന്ന് കഴിച്ചു വരാൻ പറഞ്ഞ് വിട്ടതാണ്. കഴിച്ചു വരാൻ പറഞ്ഞ് വിട്ടിട്ട് സാധനം ഓർഡർ ചെയ്തിട്ട് അതിലും വലിയ വെയിറ്റിങ്ങിലായിപ്പോയി. ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷെ ഭയങ്കര തിരക്കും നല്ല വെയിറ്റിങ്ങും. ഫുഡ് കിട്ടാൻ നല്ല വെയിറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് സമയം അവിടെയും പോയി. തിരക്ക് പിടിച്ച് ഓടിയ കാരണം കൊണ്ട് ഷൂ ഒന്നും ഇട്ടില്ലായിരുന്നു. ഞാൻ ആ ഷൂ ഒക്കെ ബസ്സിൽ നിന്നാണ് പെട്ട് ക്ലിയർ ആക്കുന്നത്. അപ്പോ നമ്മുടെ ക്യാമ്പിന്റെ ഇപ്പം സ്റ്റാർട്ട് ആകുമ്പോഴാണ് ക്യാമ്പ്. അപ്പോ നമ്മുടെ ക്യാമ്പിന്റെ അഡ്മിൻസ് ഞാൻ പറഞ്ഞു തരാം. ഞാൻ തന്നെ സ്റ്റെഫി ജെനി, ഇത് സിദ്ദിഖ. യാത്ര ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു ലഞ്ചിന്റെ ഒക്കെ ടൈം ആയപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി സൈഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് നമ്മൾ ജസ്റ്റ് മീൽസ് കഴിച്ച് ഇറങ്ങി. ഇടുക്കി മുടിപ്പാറയിലാണ് നമ്മളെ ക്യാമ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പോകുന്ന വഴി ഇടുക്കിയിൽ നല്ലൊരു വാട്ടർഫാൾസ് കണ്ടപ്പോൾ വണ്ടി അവിടെ നമുക്ക് സൈഡാക്കി തന്നതാണ്. നമ്മളിവിടെ ഇറങ്ങിയിട്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. അടിപൊളി വാട്ടർഫാൾസ് ആണ്. നമ്മുടെ റോഡ് സൈഡിൽ തന്നെയാണ് വാട്ടർഫാൾസ് കിടക്കുന്നത്. പോകുന്ന എല്ലാവരും അവിടെ വണ്ടി സൈഡാക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്, കാണാൻ അടിപൊളി സ്ഥലമാണ്. മുടിപ്പാറയിലേക്ക് നമ്മൾ ഓട്ടോയിലാണ് പോയത്. ട്രെക്കിങ് നമ്മൾ ഓട്ടോയിലാണ് ചെയ്തത്. പൊതുവെ ജീപ്പാണ് ഉണ്ടാവാറ്. കുറെ കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ സംസാരപ്രിയ ആയതുകൊണ്ടാണ് എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആളെ പേര് രമേശാണ്, എറണാകുളത്ത് തന്നെയാണ്. ഓക്കെ, ഇതാണ് എൻ്റെ പാർട്ട്ണർ ആൽബി. ആൽബിയുടെ വീടെന്ന് വെച്ചാൽ നമ്മൾ കണ്ടു, ഇത് ഈ ക്യാമ്പസിന്റെ അപ്പുറത്ത് ഒരു കുറച്ച് കിലോമീറ്ററിൽ തന്നെയാണ്. സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ടെന്റിൽ കുറച്ച് റെസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ അക്ഷയ് എന്ന് ഒരാളെ വിളിക്കുന്നത് കേട്ടിട്ട് ഞാൻ വന്നപ്പോൾ പുള്ളി വീട്ടിൽ ഓടി വന്നതെന്ന് പറഞ്ഞു. ഞാൻ
എല്ലാരും ഇതിനൊന്ന് കൈ അടിക്കോ? ഈ താളത്തിൽ അതൊക്കെ വേണ്ട. For all Lalaton fans. നാടിനായകനാകും